ഇന്ന് താറാവ് ബിരിയാണി. ഇന്ന് നമ്മൾ കിട്ടിയോ? ബൈനോക്കുലർ ടോക്സിൻ്റെ കുട്ടനാടൻ താറാവ് ബിരിയാണി നമ്മുടെ സ്വന്തം റെസിപ്പിയിൽ കേട്ടോ. ഒരു ശക്കരം നാരങ്ങാനീര് ഇടണം. പിന്നെ ഇതിനകത്ത് 2-3 പച്ചമുളക്, പിന്നെ ഇതിനകത്ത് നമ്മുടെ സ്വന്തം കുരുമുളക് പൊടി, ഉപ്പ്, നമ്മുടെ സ്വന്തം മഞ്ഞപ്പൊടി, വെളിച്ചെണ്ണ കൂടി ശക്കല ഒഴിക്കും. ഒരു ശക്കല മുളക് പൊടി ഇടും. നമ്മൾ സ്പൂണിൽ ഇട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ വറക്കം ചേർക്കും കേട്ടോ. ഇപ്പം നമുക്ക് കുഴക്കാൻ വേണ്ടി മാത്രമേ ചേർക്കണം. പിന്നെ കൈ മറക്കി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചത്. ഒരു 2 സ്പൂൺ തൈര് ഒഴിക്കുക കേട്ടോ. 1, 2. നല്ല മയമായി നല്ല സോഫ്റ്റായിട്ട് ചേർത്ത് കിട്ടും. ഇത് നമ്മൾ നന്നായിട്ട് കുഴക്കും. ഇനി നമ്മളത് 10 മിനിറ്റിനെ നല്ല എല്ലാം തേച്ച് നല്ല സെറ്റാക്കി നല്ല കുഴച്ച് റെഡിയാക്കി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിങ്ങനെ കുക്കറിനകത്ത് ഇടാൻ പോകും. എന്നാൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിടും കേട്ടോ. ഈ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പേ കൂടെ നമുക്ക് വന്ദേ ഭാരതും കൂടെ ചേർത്ത് വേണം ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ ഒരു ഭംഗിക്ക് കുക്കിങ്ങും കൂട്ടത്തിൽ നമുക്ക് വന്ദേ ഭാരത്. താറാവ് റെഡിയാണ്. നമ്മുടെ ബിരിയാണിക്ക് റൈസ് വെക്കാനുള്ളത് പോലെ ചെയ്യാം കേട്ടോ. ചെമ്പിലൂടായി വേണ്ടല്ലോ. പിന്നെ ഒരു 2 ടീസ്പൂൺ കലാസം അല്ലാണ്ടായിരിക്കും തലവെട്ട് കേട്ടോ. ഇട്ട് നെയ്യ് ചൂടാക്കുന്നുണ്ട് കേട്ടോ. കറുവാപ്പട്ട, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പു ഒക്കെ സാധനം ഇട്ട് കേട്ടോ. ഒരു ശക്കര നാരങ്ങ നമ്മളിങ്ങനെ ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളത്തിന് കുറവ് പറ്റണ്ട. ഇനി ഞാൻ അരിക്ക് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. വെള്ളത്തിനകത്ത് ഇത്തിരി ഉപ്പ് കൂട്ടിയിടണം കേട്ടോ. നമ്മൾ അരി വെന്ത് കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ നമുക്ക് ഉപ്പ് അത്ര കറക്റ്റാകത്തില്ല. നോക്കിയാൽ മോഷണം അത്ര നല്ല തൊക്കാവല്ല. താറാവ് വെന്ത അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ സവോള, ക്യാഷ്നട്ട് അങ്ങനെ സാധനങ്ങൾ വറുത്തെടുക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു. അപ്പോൾ നെയ്ക്കകത്ത് വറുത്തെടുക്കണം കേട്ടോ. നെയ്യൊക്കെ ആവശ്യം ഒഴിച്ചോണം കേട്ടോ. ഇതിനകത്ത് 1 ടീസ്പൂൺ 2 സ്പൂൺ ഒന്നും പറഞ്ഞാൽ അളവൊന്നും വരില്ല. ഇതൊക്കെ മുങ്ങി കിടക്കാനും ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ ആവശ്യം നെയ്യ് ഒഴിച്ചോണം. കുറച്ചൊക്കെ മിച്ചം വരും. ഇതിനകത്ത് ഇടാൻ എന്തെങ്കിലും കാണുമോ? നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളതിന് അടത്ത് നല്ല പിരിവിരാന്നാക്കി ഇടണം. നമ്മൾ നെയ്ക്കകത്ത് നല്ലതായിട്ട് വറുത്തെടുക്കാൻ പോട്ടോ. ഉണ്ടല്ലോ ബിരിയാണി മനോഹരമാകാൻ സവോള നല്ല മുരുമുരാന്ന് പറയണം. നല്ല മുരുമുരാന്ന് കിട്ടാൻ, നല്ല കളർ കിട്ടാൻ ഒരു സ്വല്പം പഞ്ചസാര നമ്മൾ സവോളയ്ക്കകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി ചേർക്കല് ഇടല. സവോള നല്ല വഴൻ്റെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല കളറിലതേ നമ്മൾ കോരി മാറ്റുവാണേ. ഇത്തിരി കൂടെ വറക്കാനുണ്ട്. നമ്മൾ ഇതിനകത്ത് വീണ്ടും റെഡിയാക്കുന്നതായിരിക്കും. വെള്ളം നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ അരിയിടാൻ പോയിട്ടോ. ഒരു സൈഡിൽ നമ്മുടെ താറാവ് ഇരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ സവോള നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ അരി നമ്മൾ സവോള വറുത്ത ബാക്കി നെയ്ക്കകത്തോട്ടത് കശുവണ്ടി ഇട്ട് കേട്ടോ. ഇത് വറുത്ത് മുന്തിരിയുടെ വറുത്തിട്ട് നമുക്ക് ചട്ടി കൊടുത്ത് ഒഴിവാക്കാം. എന്നുവെച്ച് വേണം ബാക്കി നമുക്ക് താറാവിന് വേണ്ട ബാക്കി സാധനം കയറ്റാൻ. നീ എവിടെ പോവാ? കശുവണ്ടി അവിടെ ഇല്ല.
ഇതാണല്ലോ നല്ല ബ്രൗൺ കളറിൽ വറുത്ത് നമ്മൾ സെറ്റാക്കി വരുന്നത്. കരിയാതെ നോക്കണം കേട്ടോ. ഇത് നമ്മുടെ മുന്തിരി വറുത്ത് കോരി നല്ല സെറ്റായി കേട്ടോ. മിച്ച നെയ്യ് നമ്മൾ അടുത്ത ചട്ടിയിലോട്ട് മാറ്റും കേട്ടോ. നമ്മളിതിനകത്ത് ബാക്കി ഇൻഗ്രീഡിയൻസ്, അതായത് കറിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വറക്കാൻ പോകും. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 1 ടീസ്പൂൺ നെയ്യിൽ 2 ടീസ്പൂൺ നെയ്യിൽ ഒരു സാധനം വേണ്ടി എടുക്കില്ല. നമുക്ക് വീട്ടിലുള്ളവർക്ക് കഴിക്കാൻ എത്ര ആളോ അനുസരിച്ച് നമ്മൾ സവോള എടുത്തേക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, അതനുസരിച്ച് നമ്മൾ നെയ്യ് ഇട്ടണം കേട്ടോ. ഞാനിപ്പോൾ ഈ സ്പൂൺ കണക്കാണെങ്കിൽ ഒരു 4 സ്പൂൺ 5 സ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇത് കഴിയൊന്നും തോന്നില്ല. ഇതെല്ലാം വഴിച്ച് വരുമ്പോൾ നേരെ നമ്മൾ വീണ്ടും ഒഴിക്കും കേട്ടോ. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം, 1 ടീസ്പൂൺ 2 സ്പൂൺ അതൊന്നും നടക്കത്തില്ല. നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കുമെങ്കിൽ ആവശ്യത്തിന് നെയ്യും ആവശ്യത്തിന് നമ്മുടെ പൊടി എല്ലാം ഇടണം കേട്ടോ. സവോള ഇതിനകത്ത് നന്നായിട്ട് നെയ്ക്കകത്തിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കും കേട്ടോ. അതിൻ്റെ കൂടുതൽ ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെയ്യാം. അച്ഛനെടുത്ത് ഇടിക്കാരി ഇതിനകത്ത് ചേർക്കാനുള്ള സാധനം അച്ഛൻ വറുത്ത് വെച്ചേക്കണം. ഓർമ്മ എടുത്തു ആ കഴിക്കണേ എങ്ങനുണ്ട്? കൊള്ളാവോ? ചൂടാ നോക്ക്. വഴണ്ട് വരുന്നുള്ളൂ. താരം താഴെ ഇറങ്ങിയിരിക്കാവോ? ഇരിക്കത്തില്ലേ? ഇന്നാണ് നല്ല സെറ്റാക്കി കേട്ടോ. കൊച്ചും കൂടെ കൂടും അച്ഛൻ്റെ കൂട്ടത്തിൽ. നമ്മുടെ സവോള റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ഈ അരിഞ്ഞ് നല്ല സെറ്റാക്കി അരിഞ്ഞാണ് നല്ല പൊളപ്പൻ തക്കാളി. ഇങ്ങനെ ഞങ്ങൾ നല്ല കടുകൂടാന്ന് വാങ്ങിയത് കേട്ടോ. നല്ല മുരി വരുന്നുണ്ടോ? ഇത് പ്രത്യേകത വെച്ചാണ് ഇത് കണ്ടല്ലോ, ഈ തക്കാളി വെന്ത് സവോളയായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേരണം. നല്ല അലിഞ്ഞങ്ങോട്ട് ചേരണം. ഞാൻ ചേർന്ന് കഴിഞ്ഞാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാൻ പറ്റില്ല കേട്ടോ. ശരിയല്ലേ? പിന്നെ ഇനി എന്നെ വേണം. പച്ചമുളക്, ഈ ശാല കുറച്ച് കഴിഞ്ഞ് കരിഞ്ഞ് പണ്ടാരൊക്കെ ഇടും കേട്ടോ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് ഇനിയിപ്പം കാശ്മീരി ചില്ലി കേട്ടോ. കേട്ടല്ലേ? അവനോന് വേണ്ട എരിവിനനുസരിച്ചിട്ട് കേട്ടോ. എരിവ് ഇത്ര ടീസ്പൂണാണ്, ഇത്രയാണെന്നൊന്നും പറയാൻ പാടില്ല. അറിയാമല്ലോ, എനിക്ക് നമ്മൾ ഈ സ്പൂണിലിട്ട് വലിയ പരിചയമൊന്നുമില്ല. നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നുകൊണ്ട് ഏകദേശം 2 കിലോ താറാവിന് ഒരു 6 ടീസ്പൂൺ. എന്താ കളറ്! എല്ലാം വഴ നല്ല സെറ്റായിരിക്കും, കുഴമ്പ് വരും. നമ്മുടെ താറാവ് ബിരിയാണിക്ക് ബാക്കി ചേർക്കാൻ ഇതാണ് നമ്മൾ താറാവ് ഇരിക്കുന്നത്. അരി നമ്മൾ അതിൽ വെന്ത് പറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇടും. അതിനകത്ത് ഗരം മസാല ഇടണം. ഗരം മസാല ഇട്ടു. പിന്നെ നമ്മുടെ സ്വന്തം മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾ പൊടിച്ചുണ്ടാക്കിയ കേട്ടോ. മഞ്ഞൾ ഇതാണല്ലോ. ഈ കുരുമുളക് പൊടി ഇടുക്കി കൊണ്ട് നല്ല പുരുപുരാന്ന് പൊടി സാധനം. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ പൊടിയെന്ന് പറിച്ച് നമ്മൾ സ്വന്തമായിട്ട് വെയിലത്തിട്ട് ഉണക്കി എടുത്തേക്കുന്ന കുരുമുളക് പൊടി. ഇതിനകത്ത് എന്തൊക്കെ മസാല മൂപ്പിച്ചെന്ന് പറഞ്ഞാലും ഇത് ചെറിയ കുത്തൽ വരും, ചെറിയൊരു കയ്പ് വരും. അത് വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോന്ന് വേണം. ഇത് നല്ല തീ കുറച്ചിട്ടേച്ച് ഈ മസാലക്കകത്തോട്ട് നാരങ്ങാനീര് ഒരാളുണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു നമ്മൾക്ക് 2-2.5 കിലോ താറാവുണ്ട്. അതിനൊരു 2 ടീസ്പൂൺ എടുത്തിട്ട് നാരങ്ങാനീര് ഒഴിക്കണം. ഇനി അതേപോലെ തന്നെ തൈര്, അതായത് ഈ ചെറിയ തീ വെച്ചിട്ട് ഇതിനകത്ത് തൈരും കൃത്യമായിട്ട് ഇറങ്ങുന്നുണ്ടോ. മറന്നു പോലെ ഇത് ആരും കണ്ടിട്ടുണ്ടാവുന്നത്. ഇത് ചുമ്മാ എന്ന് പറയും ഒന്നുമല്ല, നിങ്ങൾ വെച്ച് വയ്ക്കൂ. ഈ സംഭവം കറക്റ്റാണ്. നമ്മളൊരു 3-4 ടീസ്പൂൺ ചാറ് വെച്ചേക്കാം. കുറച്ച് താഴ്പോയി ആവശ്യത്തിന് തൈര് നാരങ്ങാനീര് ഓർക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. ഉപ്പ് ആവശ്യം ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് വേണം.
ഇനി നമ്മൾ റൈസും ഇതെല്ലാം കൂടെ ചേർത്ത് ദമ്മാക്കുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. ഗ്രേവി റെഡിയാക്കുമ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചോണം. ഒരു കാരണവശാലും എന്നാ സംഭവം ചെയ്താലും ഉപ്പില്ലെങ്കിൽ പണി വാഴക്കൊണ്ട് കിട്ടും. പിന്നെ അതിന് ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. നമ്മൾ നല്ല കളറ് നമ്മൾ മാറ്റി, നല്ല കടും കളറായിരുന്നു. അപ്പോൾ മാറ്റി. ഇനി വേറെ കാര്യമുണ്ട്. ഇനി അബദ്ധവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ, അതായത് എരിവ് എന്തെങ്കിലും പ്രശ്നം തോന്നി കഴിഞ്ഞാൽ തൈര് ചേർക്കോ അങ്ങനെ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ബെസ്റ്റാണ്. ഗ്രേവി സൂപ്പറായിരിക്കും. റൈസ് നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇതിനകത്തോട്ട് നമ്മൾ ദമ്മാക്കാൻ പോകും. വെച്ചു നമ്മൾ നെയ്യ് ഒഴിച്ചു കേട്ടോ. ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ നമ്മൾ ദമ്മാക്കാൻ പോവാം. പ്രത്യേകം ശ്രദ്ധിച്ചോ, ചെമ്പിനകത്ത് നന്നായിട്ട് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിക്കണം. ചുറ്റിച്ചില്ലെങ്കിൽ നാല് അടി പിടിക്കും. നമ്മുടെ തീയുടെ കൺട്രോൾ നമ്മുടെ കയ്യിലിടന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അടി പിടിക്കും. നല്ല സൈഡിൽ ചുറ്റി പിടിക്കണം. ഇലുമേ കൈ വീടില്ല. നമ്മുടെ ചൂട് നെയ്യാണ്, വളരെ സൂക്ഷിച്ച്. നമ്മൾ താറാവിന് വേണ്ടി റെഡിയാക്കി വെച്ച ഗ്രേവിയാണ് കേട്ടോ. ഇത് നമ്മൾ ദമ്മാക്കാനുള്ള നമ്മുടെ പാത്രത്തിൽ കൊടുക്കും. നമ്മുടെ താറാവ് വേണ്ടല്ലോ, വെന്ത് നല്ല പരുവത്തിരിക്കും താറാവ് കേട്ടല്ലോ. നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറ്റാക്കിയിട്ടേക്കണം ഉണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ വേവിച്ച് വെച്ച് നമ്മളെ റൈസ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് കൂടെ ചേർന്ന് കേട്ടോ. നമ്മൾ കുക്കറിനകത്തിട്ട് ഒന്ന് 2 വിസിലടിച്ച് ഫ്രൈ ചെയ്ത് താറാവില്ലേ, ഇത് കേട്ടോ. ഈ താറാവിന് നമ്മൾ എല്ലാ സാധനങ്ങളും ചേർത്ത് നമ്മളിത് തിളച്ചുകൊണ്ട് ഇത് കേട്ടോ. ഒരു ശക്കലം ഗ്രേവിയും കൂടെ പറ്റണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ദമ്മാക്കാൻ പറ്റത്തില്ല. അത് വെച്ചാൽ നമ്മുടെ റൈസ് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇതുണ്ടോ നല്ല തിളച്ച് ഇതേണ്ട ആടാ പീസ് ആ വെച്ചാൽ അടിപൊളിയാണ്. വായിക്കുന്ന എഴുതി ഇപ്പോഴാണ് ചൂട്. തരാം കൊച്ചിന് തരാം. റൈസ് നമ്മൾ പുരുപുരാതെ ഒട്ടാതെ നല്ല പുരുപുരാന്നാക്കിട്ട് ഇനി നമ്മൾ റൈസ് ഇടാൻ പോകാം കേട്ടോ. നേരത്തെ സെറ്റാക്കി ഇടണം കേട്ടോ. നേരത്തെ നമ്മൾ സെറ്റാക്കി. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ തരാം. ഓ സെറ്റായോ? കണ്ടല്ലോ നമ്മൾ മറ്റേ നല്ല മുരുവനാണ് വറുത്ത് വെച്ച സവോള കേട്ടോ. നമ്മളിതിനകത്ത് വേറെ ബിരിയാണിയുടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നോർമലായിട്ട് ഇതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ഇത് സാധനം ഇട്ടു. ഇനി നമ്മൾ ഇതാണ്ടല്ലോ നമ്മുടെ കശുവണ്ടി കൊണ്ടി ഇട്ടു. നമ്മുടെ അവസാന ഇൻഗ്രീഡിയൻസ് മല്ലിയില, കുതിരയില. ഒത്തിരി ഒന്നും ചേർക്കില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ മല്ലിയില ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ അതിന് മുകളിലോട്ട് നെയ്യ് എത്ര ടേസ്റ്റാണ്. ആവശ്യത്തിന് നെയ്യ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കാറ്റ് അടിച്ച് സെറ്റായി പോകും. ഇതിനൊരു ഭംഗിയുണ്ട്. ഇതേ അപ്പുറത്തെ സ്റ്റൗവിലെ തീ ഓഫ് ചെയ്തായിരുന്നല്ലോ അല്ലേ, ഇപ്പോൾ തുറന്ന് തീ പിടിച്ചാൽ സെറ്റ് പാത്രം വെച്ചു. ഇനി നമ്മൾ ഇട്ടിക്കല്ലാണ് നമ്മൾ ഇതായിട്ട് വെച്ചിരുന്നത് കേട്ടോ. ഏതാണ് നമ്മുടെ ദമ്മിന് വെയിറ്റ്. കണ്ടല്ല അർമാദം. ഓഹോ അർമാദം. നല്ല താറാവ് ബിരിയാണി കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് നോക്കാം. നല്ല ഗ്രേവി കൂട്ടി താറാവ് പീസ്, വീണ്ടും ഒരു താറാവ് പീസ്. നമ്മളിതിനകത്ത് അനാമത്തായ ഒരു സാധനം ചേർത്തിട്ടില്ല. കളറോ സാധനങ്ങളോ ഒന്നും നമ്മുടെ മല്ലിയില സാധനങ്ങളൊക്കെ ഉള്ളു. ഇനി സാലഡുണ്ട്, സാലഡ്, അച്ചാർ. എവിടെ മേടിക്കാന്ന് ഇത് കഴിക്കോ? ഇത് ചോറ് അച്ഛൻ വരാ ഇത് കഴിച്ചു ചോദിച്ചു. സൂപ്പറാണോ? അടി അടി
ആ കഴിക്കും സെറ്റാണോ? ഓക്കെ.